അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കോട്ടൂരിൽ നിന്ന് എൻ്റെ വീട് വരെ പോകുന്ന ഒരു യാത്രയുടെ വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അത്യാവശ്യം ഷോർട്സിൽ നല്ല വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ വേണമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ കോട്ടൂർ ടൗൺ മുതൽ എൻ്റെ വീട് വരെയുള്ള യാത്രയുടെ ഒരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണുക. അടിപൊളി ഒരു യാത്രയുടെ ഒരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് കോട്ടൂരിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറി അകത്തൊരു അടിപൊളി ഒരു വെള്ളമൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ ഇറങ്ങിയാണ് ഞങ്ങൾ വെള്ളമൊക്കെ കുടിക്കുന്നത്. ആ ഒരു സ്ഥലത്താണ്. അതായത് വേറെ മദ്യപാനമല്ല, സാധാരണ പച്ചവെള്ളമാണ്. പച്ചവെള്ളം കുടിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 12.5 കിലോമീറ്ററോളം ഉണ്ട് കോട്ടൂർ എൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു യാത്രയുടെ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മളെ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അടിപൊളിയൊരു യാത്രയുടെ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ കാണുന്ന ടാറിങ് ഏകദേശം ഒരു 6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണുമ്പം അത് മനസ്സിലാകും. 6 കിലോമീറ്റർ മാത്രമേ ടാറിങ് ഉള്ളൂ. അത് കഴിഞ്ഞ് കട്ട ഓഫ് റോഡാണ്. അപ്പോൾ ഒരു ഓഫ് റോഡ് യാത്രയും അതുപോലെ ടാറിങ്ങിൽ കൂടിയുള്ള ഒരു യാത്രയുമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം. ഈ കാണുന്നതാണ് ഞാൻ പറയുന്ന കോട്ടൂർ ജംഗ്ഷൻ. അപ്പോൾ ഇവിടെ നിന്നും ഒരു 13.5 കിലോമീറ്റർ യാത്ര ഉണ്ട് കേട്ടോ, എൻ്റെ സെറ്റിൽമെൻറ്റായ പൊത്തോട് സെറ്റിൽമെൻറ്റിലേക്ക്. അപ്പം ഞങ്ങളെ നാട്ടിലുള്ളയും അതുപോലെ ഈ ഒരു വനത്തിനകത്ത് താമസിക്കുന്ന ഞങ്ങളെ ആൾക്കാരെല്ലാം സാധനം മേടിക്കാൻ എത്തുന്നത് ഈ ഒരു കോട്ടൂർ എന്ന് പറയുന്ന ഈ ഒരു ചെറിയൊരു ടൗണിലാണ്. അപ്പം ഞങ്ങളൊരു ടൗണാണ് ഈ ഒരു കോട്ടൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ മലഞ്ചരക്ക് സാധനങ്ങളൊക്കെ എടുക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് കോട്ടൂരിൻ്റെ മെയിൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ റോഡ് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ഒരു 150-200 മീറ്റർ മുന്നിൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, കോട്ടൂർ ചെക്ക് പോസ്റ്റ് കേട്ടോ, ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഇതാ നിങ്ങൾക്കിപ്പോൾ കാണാം, ഈ മുന്നിൽ കാണുന്ന ജീപ്പുകളൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു ജീപ്പുകളൊക്കെയാണ് എൻ്റെ സെറ്റിൽമെൻറ്റും അതുപോലെ എൻ്റെ വീടിനടുത്തുള്ള ഒരുപാട് സെറ്റിൽമെൻറ്റുകളുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് യാത്ര പോകണമെങ്കിൽ ഇതുപോലുള്ള ജീപ്പ് മാർഗ്ഗമേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ വേറൊരു പയ്യൻ്റെ ബൈക്കിലാണ് കോട്ടൂരിൽ നിന്ന് വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്താനായിട്ട്. അങ്ങനെ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 100 മീറ്റർ കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് ആവുകയാണ്. അപ്പം ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് വനത്തിനുള്ളിലേക്ക് കയറി പോകണമെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും വരുവാണെങ്കിൽ എന്താണെന്നുള്ള കാരണമൊക്കെ എഴുതി വെച്ചിട്ട് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ ചെക്ക് പോസ്റ്റ്. ഞങ്ങൾക്ക് വേണമെങ്കിൽ കയറാൻ പറ്റും. നമുക്ക് പിന്നെ പ്രത്യേകിച്ച് വനത്തിനുള്ളിൽ വീടായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പോകാനായിട്ട് പ്രത്യേകിച്ച് പെർമിഷനൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾ ചെക്ക് പോസ്റ്റ് കയറിയപ്പോൾ തന്നെ കണ്ട എന്ത് അടിപൊളിയാണ് അകത്തോട്ടുള്ള കാഴ്ചകളെന്ന്. അപ്പോൾ നമുക്കിനി ബാക്കി വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞങ്ങൾ കോട്ടൂരിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അകത്താണ് ഇപ്പോഴേ. അത് അവിടെയാണ് ഈ ഒരു ഭാഗത്ത് ഒരു വെള്ളമൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. അതാ ഇവിടെ ഞാൻ കാണിച്ചു തരാം. അതാണ്ട് ഇവിടെയാണ് കേട്ടോ. അത് ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് വെള്ളം കുടിക്കാൻ പറ്റും. വനത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇതാ അവിടെ ഒരു ചെറിയ പൈപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് ഫ്രഷായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം കുടിക്കാം. അടിപൊളി ഫ്രഷ് വെള്ളം കുടിക്കാൻ പറ്റും കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളിനി യാത്ര ചെയ്യാണ്. ഈ വരുന്ന പയ്യനുണ്ടല്ലോ, നമ്മളൊരു കൂട്ടുകാരൻ പയ്യനാണ്. അപ്പോൾ ഇവനാണ് എന്നെ ഇന്ന് അങ്ങോട്ട് കൊണ്ടെത്തിക്കുന്നത് എൻ്റെ വീട് വരെ. അപ്പോൾ നമുക്ക് നമ്മളെ യാത്രയിലേക്ക് പോകാം. അപ്പോൾ ഇതുപോലെ ആട്ടയൊക്കെ നമ്മളെ സെറ്റിൽമെൻറ്റിലേക്ക് പോകും. കോട്ടൂരിന് ഏകദേശം 700 രൂപയാണ് കേട്ടോ ഞങ്ങളുടെ സെറ്റിൽമെൻറ്റിലേക്ക് ഓട്ടോയിൽ പോകുന്ന ഓട്ടോയുടെ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനും നമ്മളൊരു കൂട്ടുകാരൻ പയ്യനുണ്ട് നമ്മളെ വീഡിയോയിൽ, എന്നെ പല വീഡിയോയിലും അതുപോലെ എൻ്റെ പല യാത്രകളിലും ഒരുപാട് പേരെന്നെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് നമ്മളെ സുജിത്ത് എന്ന് പറഞ്ഞൊരു പയ്യനാണ് എന്നെ ഇന്ന് വീട് വരെ കൊണ്ടെത്തിക്കാനായിട്ട് പോണത്. അപ്പോൾ അവൻ നമ്മളെ വീഡിയോസ് എല്ലാം എടുക്കാൻ വേണ്ടി കട്ട സപ്പോർട്ടാണ്. സുജിത്തേ കൊണ്ടെത്തിക്കൂടെ എന്നെ വീട് വരെ? സെറ്റാക്കണം കേട്ടാ. പിന്നല്ല നമുക്ക് അടിച്ച് പൊളിക്കാം. ഓക്കെ, സെറ്റല്ലേ? സെറ്റാണ്. പോയാലോ? പോവാം. ഓക്കെ. ഗൈസ്, അപ്പോൾ ഞങ്ങൾ കോട്ടൂർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ് വെള്ളം കുടിക്കുന്ന സ്ഥലമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി ഈ കാണുന്ന റോഡ് ഏകദേശം ഒരു 6 കിലോമീറ്ററോളം ടാറിങ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ടാറിങ് തീരെയാണ്. അപ്പം ടാറിങ് തീരുന്ന അവിടെ നിന്ന് പിന്നെ നമ്മളെ വീട്ടിലേക്കുള്ള യാത്ര ഓഫ് റോഡിലൂടെയുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ കോട്ടൂരിൽ നിന്ന് അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മളെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഈ ഒരു കോട്ടൂരിൽ നിന്ന് പോകുമ്പോൾ ഇവിടുത്തെ പച്ചപ്പും അതുപോലെ ഈ ഒരു സ്ഥലത്തിൻ്റെ വ്യൂവും എല്ലാം അടിപൊളിയാണ്. കോട്ടൂരിൽ നിന്ന് ഈ ഒരു ടാറിങ്ങുള്ള റോഡെല്ലാം മനോഹരമാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ആനയുള്ളത് നമ്മൾ ഈ ടാറിങ് ഇട്ടിരിക്കുന്ന ഈ ഒരു റോഡിൻ്റെ 2 വശങ്ങളിൽ എപ്പോഴും വേണോ ആന ഇറങ്ങാൻ എന്നുള്ളൊരു സ്ഥലം കൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗങ്ങളിലെല്ലാം. അപ്പം വരുന്നവർ അതെല്ലാം കണ്ടും കേട്ടും അതുപോലെ സൂക്ഷിച്ചും മാത്രം ഇതുപോലുള്ള വനത്തിനുള്ളിലൂടെ യാത്ര ചെയ്യുക.
അപ്പോൾ അതാ നമ്മൾ പോകുന്ന ഈ ഒരു ടാറിട്ട റോഡ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അടിപൊളിയല്ലേ. അപ്പോൾ ഈ ഒരു റോഡിൻ്റെ രണ്ട് സൈഡിലും കാണാൻ അടിപൊളിയാണ്. ഈ ഒരു താഴെ സൈഡിലുണ്ട്, അവിടെ ഒരു പുഴയൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഈ താഴെ സൈഡിലൂടെ നമ്മളെ കോട്ടൂർ കൂടെയാണ് ആ ഒരു പുഴ പോകുന്നത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ പുഴ ഇങ്ങനെ ക്രോസ് ചെയ്ത് കട്ട് ചെയ്യും കേട്ടോ. ഇവിടെ വെച്ച് രണ്ട് പുഴകൾ ഇങ്ങനെ ക്രോസ് ചെയ്യും. ഒന്നതാ ഇവിടെ പാലമുണ്ട് കേട്ടോ ഈ ഒരു സൈഡിൽ. അപ്പോൾ ഇത് ഒരു അടിപൊളി പുഴയാണ് കേട്ടോ. നമ്മളെ ഈ ഒരു കോട്ടൂരിൽ നിന്ന് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ കാണുന്ന ഒരു അടിപൊളി പുഴയാണ്. ഇനി അടുത്ത് ഈ ഒരു ഭാഗം മുമ്പിൽ ചെറിയൊരു പുഴയും കൂടെ ഉണ്ട്. ഇത് അടുത്തൊരു പുഴയാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെയാണ് നമ്മുടെ വണ്ടി ഇടലും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ ആ ഒരു സൈഡും. അപ്പോൾ നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡ് ഏകദേശം ഒരു 6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ടാറിങ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ മുന്നിൽ പോകുമ്പോൾ 2 റോഡുകൾ തിരിയുന്നുണ്ട്. ഒന്ന് ചോനാമ്പാറ റോഡും അതുപോലെ തന്നെ ഒന്ന് വാലിപ്പാറ റോഡും. അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുന്നത് വാലിപ്പാറ എന്ന് പറയുന്ന ആ ഒരു റോഡിലൂടെയാണ് ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നത് ഗൈസ്. അപ്പം ഞങ്ങൾ ഈ കാണുന്ന റോഡ് കണ്ട്, ഈ ടാറിട്ട റോഡ് ചോനാമ്പാറ പോകുന്ന റോഡാണ്. അതിലേ ഞങ്ങൾ പോകുന്നില്ല. അപ്പോൾ ഇതിലേ കൂടെ പോയാലാണ് കുറച്ചും കൂടി ഇവിടെ നിന്ന് ഓഫ് റോഡാണ്. ഇതൊരു ഷോർട്ട് കട്ട് വഴിയാണ്. അപ്പം ചോനാമ്പാറ റോഡ് ഈ റോഡ് അങ്ങ് മുന്നിൽ പോയിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് കഴിയാലും നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു വനം റോട്ടിൽ ചെന്ന് കയറും. അപ്പോൾ ഞങ്ങൾ ഈ ഒരു റോഡ് കണ്ട, ഈ കാണുന്ന റോഡ് ചോനാമ്പാറ റോഡാണ്. ഇത് ഫ്രണ്ടിൽ കുറച്ച് ടാറിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പോകുന്നില്ല. ഈ സൈഡിലൂടെ നമ്മളിവിടെ ഒരു കൊടിക്കളമൊക്കെ ഉണ്ട് കേട്ടോ. അതായത് പൂജയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ പോകാതെ ഞങ്ങൾ അതിൻ്റെ പിറകിൽ വന്നിട്ട് ഇവിടെ കൂടെ ഒരു കാട്ടിനുള്ളിലൂടെ ഒരു വനപാതയുണ്ട്. നമ്മളെ ഊരിലേക്ക് പോകുന്ന റോഡ് തന്നെയാണ്. അപ്പോൾ അവിടെ കൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ സുജിത്തെ, നമുക്ക് പോയാലോ? ഓക്കെ, പോട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ പോണ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് റോഡാണ്. ഇടയ്ക്കിടയ്ക്ക് മാത്രം ചെറിയ കോൺക്രീറ്റുകളേ ഉള്ളൂ. ഇപ്പോൾ കണ്ടോ അങ്ങോട്ടൊരു ഓട്ടോ പോയുണ്ട്. ആ ഒരു ഓട്ടോയ്ക്കൊക്കെ ഞങ്ങളുടെ സെറ്റിൽമെൻറ്റിൽ വരണമെങ്കിൽ 600, 700, 800 അതുപോലെ പല റേറ്റാണ് ഞങ്ങളുടെ സെറ്റിൽമെൻറ്റിലേക്ക് ഓട്ടോ വരുന്നതിൻ്റെ കൂലിയൊക്കെ എന്ന് പറയുന്നത്. അതുപോലെ ജീപ്പ് 1500, 2000 രൂപയോളം ആകുന്ന സെറ്റിൽമെൻറ്റുകളും ഉണ്ട്. അപ്പോൾ നമ്മുടെ യാത്ര എങ്ങനെ, ഇപ്പോൾ നമ്മൾ ഒരു കൊടുതിക്കളം എന്ന് പറഞ്ഞില്ലേ, നമ്മൾ പൂജ ചെയ്യുന്നൊരു സ്ഥലം, അതൊക്കെ കഴിഞ്ഞ് അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഫസ്റ്റ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് വാലിപ്പാറയാണ്. അപ്പോൾ വാലിപ്പാറ സെറ്റിൽമെൻറ്റിലേക്ക് പോകുന്ന ഒരു ഷോർട്ട് കട്ട് വഴിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വഴി എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ കണ്ടോ, ഇത് റോഡാണ്, പക്ഷേ ഭയങ്കര മോശമായിട്ട് കിടക്കുകയാണ്. കോൺക്രീറ്റ് ചെയ്ത റോഡ് തന്നെയാണ്, പക്ഷേ അതൊക്കെ വളരെ മോശമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ നമ്മളിപ്പോൾ പോകുന്ന ഓഫ് റോഡാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെറിയ കോൺക്രീറ്റ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ താഴെ കൂടെ പോകുന്ന ആ ഒരു ടാറിട്ട റോഡും. അത് കുറച്ചൊരു കിലോമീറ്റർ മുന്നിൽ പോയിട്ട് അവിടെ നിന്നും പിന്നെ ഇതുപോലത്തെ റോഡാണ്. അപ്പോൾ ഇത് 1 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കട്ട ഓഫ് റോഡ് തുടങ്ങുകയാണ്. അപ്പോൾ ആ കോട്ടൂർ ടൗണിൽ നിന്നും ആദ്യത്തെ സെറ്റിൽമെൻ്റ് ആയിട്ടുള്ള വാലിപ്പാറ ട്രൈബൽ സെറ്റിൽമെൻറ്റിലേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു റോഡ് നമ്മൾ പറഞ്ഞ പോലെ ഓഫ് റോഡാണ്, കോൺക്രീറ്റ് ഒന്നും ഇല്ല. വനത്തിൽ മരങ്ങളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുകയാണ് കേട്ടോ നമ്മൾ പോണ റോഡിൽ. അപ്പോൾ അതൊക്കെ ചെറിയൊരു അപകടമാണ് ഇങ്ങനെ മരങ്ങളൊക്കെ വീണ് കിടക്കുന്നത്. ഇവിടെ കണ്ട സൈഡിലുള്ള ഈറയാണ്, ഈ കാണുന്നതൊക്കെ ഈറയാണ് കേട്ടോ. ഈറ. അപ്പോൾ ഞങ്ങളങ്ങനെ വാലിപ്പാറ എത്തിയിരിക്കുകയാണ്. അങ്ങനെ വാലിപ്പാറ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വാലിപ്പാറ സെറ്റിൽമെൻറ്റാണ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ ഉണ്ട് കേട്ടോ. അതായത് ഈ കാണുന്ന ഈ ഒരു കോൺക്രീറ്റ് റോഡെന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇതും തീരെയാണ്. പിന്നെ ഏകദേശം ഒരു 4 കിലോമീറ്ററോളം കട്ട ഓഫ് റോഡാണ് സുഹൃത്തുക്കളുടെ. വാലിപ്പാറയിലെ അവസാന വീടും അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് 1 കിലോമീറ്ററോളം മുന്നിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് തീരെയാണ് കേട്ടോ. അതായത് ഈ കാണുന്ന നമ്മുടെ ഈ ഒരു റോഡ്, ഈ ചെറിയ കോൺക്രീറ്റ് റോഡ് തീരെയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ കട്ട ഓഫ് റോഡാണ്. അപ്പം നമ്മുടെ ഓഫ് റോഡ് തുടങ്ങുകയാണ്. ഇനി ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ ദുർഘടം പിടിച്ചിട്ടുള്ള ഒരു യാത്ര തന്നെയാണ്. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് നമ്മൾ സംസാരിച്ചതല്ലേ, നമ്മളെ വീഡിയോ കാണുന്ന ഓഡിയൻസിൻ്റെ അടുത്ത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫ് റോഡാണെന്ന്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തൂടെയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത്. ഇവിടെ അത്യാവശ്യം ചെറിയ രീതിയിലുള്ളൊരു കോൺക്രീറ്റ് പോലെ ചല്ലിയൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും
ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമൊന്നുമല്ല നമുക്ക് യാത്രയ്ക്ക്. ഈ ഒരു പാലം തന്നെ വളരെ അപകടാവസ്ഥയിലുള്ളൊരു പാലമാണ്. അപ്പം അങ്ങനെ നമ്മുടെ ഓഫ് റോഡ് അങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കോൺക്രീറ്റുകളുണ്ട്. അതും പൊട്ടിപ്പൊളിഞ്ഞ കോൺക്രീറ്റും ഫുള്ളൊന്നുമില്ല. ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ദൂരം പോലും ഇല്ല ഇടയ്ക്കുള്ള കോൺക്രീറ്റ് എന്ന് പറയുന്നത്. വളരെ ചെറിയ കോൺക്രീറ്റ്, ഒരു 10-100 മീറ്റർ അങ്ങനെ ചെറിയ ചെറിയ കോൺക്രീറ്റുകളേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഓഫ് റോഡാണ്. നമ്മളെ ഓഫ് റോഡ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത് ആ ഒരു ഓട്ടോ പോണ കാണുമ്പോൾ നിങ്ങൾക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ കൂടെയുള്ള യാത്ര എന്ന് പറയുന്നത്. ഇതാ ഓട്ടോ കയറി പോകണണ്ട ഈ ഒരു ഓഫ് റോഡിലൂടെ. എന്താ വളരെ ബുദ്ധിമുട്ടിയാണ് ആ ഒരു ഓട്ടോ തന്നെ കയറി പോണത്. ഇതിപ്പോൾ ചെറിയ സ്ഥലമാണ്. ഇതിൽ നിന്നും നല്ല ബുദ്ധിമുട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ആ ഒരു മേഖലയിലേക്കുണ്ട് കേട്ടോ. ആ ഒരു ഓട്ടോ കയറി പോകണണ്ട. റോഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഇവിടെ കൂടെ കോട്ടൂരിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ലോ, ഭയങ്കര പതിയെ ഇതിലേ കൂടെ ഓട്ടോക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. ബൈക്കൊക്കെ ഒരുവിധം പോകാം, എന്നാലും ബൈക്കും പോകാൻ പാടാണ്. ഞങ്ങളും വളരെ പതിയാണ് പോകുന്നത്. നോക്കിയിരിക്കുകയാണ് എന്താണ് സംഭവം. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് കയറിയിട്ടുണ്ട്. ആ ഒരു സ്ഥലത്ത് ഓട്ടോയ്ക്ക് മുമ്പിൽ കയറിയെങ്കിലും ഭയങ്കര കട്ടറാണ് കേട്ടോ. ഭയങ്കര കട്ടറാന്ന് വെച്ച് കഴിഞ്ഞാൽ ചാടിയാണ് പോകുന്നത്. അത് നിങ്ങൾക്ക് ഈ ഒരു ക്യാമറയുടെ ചേക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഈ ഒരു സ്ഥലത്തൂടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇവിടെയും ഭയങ്കര കട്ടറായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഈ ഒരു സ്ഥലം കണ്ട ഭയങ്കര കട്ടറാണ് ഇവിടെ. വളരെ ഭയങ്കര ബുദ്ധിമുട്ടി ഇതിലേയും കൂടെ നമുക്ക് അങ്ങോട്ട് എൻ്റെ വീട്ടിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം പുറകിലൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമതൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഒരു ചെറിയ ചെക്ക് പോസ്റ്റ്. അപ്പോൾ അവിടെ കൂടെ പേപ്പാറ അതുപോലെ കോട്ടൂരിൽ നിന്ന് വരുന്ന 2 വണ്ടികൾക്കും സ്റ്റോപ്പ് ചെയ്യാനുള്ള സ്ഥലമാണ് രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ്. അങ്ങനെ രണ്ടാമത്തെ ചെക്ക് പോസ്റ്റും കഴിഞ്ഞു. അപ്പോൾ വാലിപ്പാറ സെറ്റിൽമെൻറ്റ് കഴിഞ്ഞാൽ ഇനി അടുത്ത സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് പൊടിയമാണ്. അപ്പം വാലിപ്പാറയിൽ നിന്ന് പൊടിയം വരെയുള്ളൊരു ഇപ്പോൾ യാത്രയാണ് നിങ്ങൾ കാണുന്നത്. ഭയങ്കര കട്ടറാണ്. വാലിപ്പാറയിൽ നിന്ന് പൊടിയം വരെയുള്ള യാത്ര വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് ഈ റോഡ് ഇപ്പോൾ കിടക്കുന്നത്. നമ്മളങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, പൊടിയത്തേക്ക്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ സൈഡിലൂടെ നമ്മൾ കയറിപ്പോയി. എന്നിരുന്നാലും ജീപ്പിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോട്ടൂർ വരെ എത്താനായിട്ട് നല്ല സമയമെടുക്കും. കാരണം ഈ ഒരു ഷട്ടറിലൂടെ ആരും സ്പീഡിലൊന്നും വണ്ടി ഓടിച്ച് പോകത്തില്ല. വളരെ സ്ലോയിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ആശുപത്രി കേസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കോട്ടൂരിലേക്ക് എത്തുമ്പോൾ നല്ല സമയമെടുക്കും. അതുപോലെ തന്നെയാണ് ഈ ഒരു റോഡിലൂടെ നമ്മൾ ഏത് വണ്ടിയിൽ പോയാലും വണ്ടിക്കും കംപ്ലൈൻറ്റുകൾ വരും. അപ്പോൾ അധികം മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ഇത് ഒരുപാട് വർഷം മുമ്പ് നമ്മൾ ടാറിങ് ചെയ്തതാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. നമ്മൾ ടാറിങ് ചെയ്തതല്ല, പറയും പോലെ ആരോ ഫണ്ട് അനുവദിച്ച് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം ഒരുവിധം നല്ല രീതിക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കരമന ആറിൻ്റെ ഒരു പോഷക നദിയാണ് കേട്ടോ ഈ ഒരു ആറെന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു വണ്ടി കണ്ടില്ലേ, അത് നമ്മുടെ പഞ്ചായത്തുകാരാണ്. അടുത്ത് കയറി വാ. വളരെ മോശപ്പെട്ട ഒരു റോഡാണ്. ഇപ്പോൾ ഒരു ജീപ്പിൽ പോയത് നമ്മളിവിടുത്തെ പഞ്ചായത്തുകാരാണ് കേട്ടോ. പഞ്ചായത്ത് ഉള്ളവർ ഇനി എന്തെങ്കിലും റോഡുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്ക് വന്നതായിരിക്കാം എന്നാണ് തോന്നുന്നത്. അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഊരുകൂട്ട ആവശ്യങ്ങൾക്കൊക്കെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ എന്തോ വന്നതാണ്. ഇതൊക്കെ ഇടയ്ക്കൊക്കെ ഇരുന്നവരൊക്കെ എന്തൊക്കെ ചെയ്തൊക്കെ തന്നെയാണ് ഈ കാണുന്ന കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഈ റോഡ് അടിപൊളിയാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ല സീറ്റേ, പിന്നെ സെറ്റാവും. ഏതെങ്കിലും കാര്യത്ത് ആരെങ്കിലുമൊക്കെ ഒന്ന് സെറ്റാക്കി തരണം. അപ്പോൾ നമ്മൾ പൊടിയം എന്ന് പറയുന്ന സെറ്റിൽമെൻറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് പണ്ട് ഇടിച്ചിട്ട് 11 കോടി രൂപ അനുവദിച്ചപ്പോൾ അന്ന് ഇടിച്ച് തെറ്റിയതാണ് ഈ സ്ഥലം. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കമലകം എന്ന് പറയുന്ന സ്ഥലത്ത് പോവാം. ഈ സൈഡ് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ പൊടിയം എന്ന് പറയുന്ന സ്ഥലത്ത് പോകാൻ പറ്റും. അപ്പോൾ കണ്ട റോഡൊക്കെ വളരെ ഇളകി വൻ കട്ടറായി കിടക്കുകയാണ് ഇവിടെയൊക്കെ. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മൾ പൊടിയം സെറ്റിൽമെൻറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേ കൂടി പോയി കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ സെറ്റിൽമെൻറ്റിലേക്ക് പോകാൻ പറ്റും. പക്ഷെ അതിലെ ഭയങ്കര കട്ടറാണ്. നമ്മളിപ്പോൾ വരുന്നതിനെക്കാട്ടിലും ഭയങ്കര കട്ടറാണ്. അതിലെ ജീപ്പിന് മാത്രമേ പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ ഈ കാണുന്ന സ്ഥലത്തൂടെ പൊടിയത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 150 മീറ്റർ നമ്മൾ പോയി കഴിഞ്ഞാൽ പൊടിയം ജംഗ്ഷനായി. ഇവിടെ കണ്ട കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ കാണുന്നത് ഇതെല്ലാം നമ്മുടെ പൊടിയം അതുപോലെ കമലകം സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗങ്ങളാണ്. താഴെ കമലകം, ഈ കാണുന്ന ഈ വേലിക്ക് താഴെ ഇങ്ങോട്ട് കമലകം, പിന്നെ കുറച്ച് മുന്നിലാണ് പൊടിയം സെറ്റിൽമെൻറ്റ്. അപ്പോൾ ഇതാണ് കേട്ടോ പൊടിയം സെറ്റിൽമെൻറ്റ്. ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാളൊക്കെ ഉണ്ട്. ഇവിടെ പുറകിലായിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഇനിയിപ്പോൾ ഒരു 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അടുത്ത സ്ഥലമായി മണ്ണാംകോണം. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു സെറ്റിൽമെൻറ്റിലുള്ള ഒരു വലിയൊരു തേരിയാണ് കേട്ടോ ഈ കാണുന്നത്. തേരിനെ പറയുന്ന തുമ്പിത്തേരി മട. അതാണ് കേട്ടോ തുമ്പിത്തേരി മട. മടയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊക്കയാണ് നമ്മുടെ നാട്ടിലൊക്കെ കേട്ടോ. താഴെ സൈഡിൽ ഇവിടെ ഒരു കൊക്കയാണ്. അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് തുമ്പിത്തേരി മട എന്ന് പറയുന്നത്. ഇത്തരോട്ടൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു സ്ഥലം കോൺക്രീറ്റ്. അപ്പം ഇവിടെ കൂടെ നമുക്ക് അത്യാവശ്യം നല്ലതുപോലെ പോകാൻ പറ്റും കേട്ടോ. അധികം റിസ്ക് ഒന്നും ഇല്ലാതെ. അതിന് മുമ്പൊക്കെ ഭയങ്കര റിസ്ക്കായിരുന്നു ഈ ഒരു സ്ഥലത്തൂടെ നമുക്ക് വീട്ടിലോട്ട് പോകാൻ വേണ്ടി. പക്ഷേ ഇപ്പോഴും അത്യാവശ്യം ടാറിങ്ങൊക്കെ ചെയ്തു അത്യാവശ്യം നല്ല യാത്രയിൽ പോകാൻ വേണ്ടി പറ്റുന്നുണ്ട് ഈ ഒരു സ്ഥലത്ത്. അതിലെ റോഡുണ്ട്, അതിൽ ഭയങ്കര കട്ടറാണ്. അപ്പോൾ ഇതിൽ നമ്മളൊരു നടവഴി പോലുള്ള സ്ഥലത്തൂടെയാണ് ഇപ്പോൾ ബൈക്ക് കയറ്റിക്കൊണ്ട് പോകുന്നത്. ഒരു ഇറക്കമാണ് കേട്ടോ, ഭയങ്കര കുത്തിറക്കമാണ് ഈ ഒരു സ്ഥലത്ത്. എന്നാൽ ഇവിടെ വണ്ടിയൊന്നും കയറാതെ നമ്മുടെ സ്കൂളിലെ കുട്ടികളൊന്നും പോകാൻ പറ്റാതെയൊക്കെ വളരെ ബുദ്ധിമുട്ടി ഇവിടെ ഇങ്ങനെ ഒരു അപകടം പിടിച്ചൊരു ഏരിയ പോലത്തെ ഒരു ഏരിയയാണ് ഈ ഒരു സ്ഥലം. ഇത്രയും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ഇത്ര ഇറങ്ങി വരാൻ. ഇവിടെ ഈ ഏരിയ ഭയങ്കര കട്ടറാണ് കേട്ടോ. കിടന്ന് വണ്ടിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടി ഇതിലേയും കൂടെയൊക്കെ പോകാൻ പറ്റുള്ളൂ ഈ ഒരു സൈഡിലൂടെ. അങ്ങനെ ഞങ്ങൾ പാണുംപാറ എന്ന് പറയുന്നൊരു സ്ഥലം കഴിഞ്ഞിരിക്കുകയാണ്. പാണുംപാറ എന്ന് പറയുന്നൊരു സ്ഥലം കഴിഞ്ഞു. പാണുംപാറ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കല്ലറപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ ഈ ഒരു സ്ഥലം. ഇവിടെ അത്യാവശ്യം നല്ലൊരു കാടാണ് ഈ ഒരു ഏരിയ. ഇത്രയും ഇവിടെ ആനയൊക്കെ ഉള്ളൊരു ഏരിയയാണ് ഈ ഒരു സ്ഥലമൊക്കെ. ഭയങ്കര ആനയൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് പാണുംപാറ അതുപോലെ കല്ലറപ്പാറ. ഇവിടെയും നമുക്ക് വെള്ളമൊക്കെ കുടിക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ഏരിയ. എന്താ അടിപൊളിയാണ്. കല്ലറപ്പാറയും കഴിഞ്ഞു. കല്ലറപ്പാറ കഴിഞ്ഞിട്ട് നമ്മളിപ്പം നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇനി അടുത്ത് മണ്ണാംകോണം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. മണ്ണാംകോണം. കല്ലറപ്പാറ കഴിഞ്ഞാൽ പൊടിയം, പാണുംപാറ, കല്ലറപ്പാറ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് മണ്ണാംകോണമാണ്. അപ്പോൾ മണ്ണാംകോണത്തേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു കുന്നാണ് കേട്ടോ മുകളിൽ. അത് മുക്കുച്ചി കുന്നെന്ന് പറയും. അതിലേ പോയി അങ്ങോട്ട് പോകാൻ പറ്റും. പക്ഷേ അവിടോട്ടും പോകാൻ പറ്റത്തില്ല ആർക്കും. അപ്പോൾ ഇതിലെയുണ്ട്. ഇത് ഞങ്ങൾ പുതിയതായിട്ട് വെട്ടിയ റോഡാണ്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഒരുപാട് പേര് നമ്മുടെ സെറ്റിൽമെൻറ്റിലുള്ളവർ ചേർന്ന് വെട്ടിയ പുതിയൊരു റോഡാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ടാറിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു റോഡിൽ വരുമ്പോഴാണ് നമുക്ക് നമ്മൾ പോകുന്ന റോഡിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നത് ഈ ഒരു ഏരിയയിലൂടെ പോകുമ്പോഴാണ്. സുഹൃത്തേ പൊക്കോളിയാ നല്ല അവിടെ നിന്ന് നിർത്തണുണ്ട്. അപ്പോൾ ഇതാ കണ്ട അടിപൊളിയാണ് കേട്ടോ ഈ ഒരു സ്ഥലം. കണ്ട നമ്മുടെ നാച്ചിയാർമോട്ട എല്ലാം ആ ഒരു ഭാഗത്ത് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കാണാനായിട്ട്. കണ്ട ഇവിടെ കണ്ട ഈ ഒരു കുന്നിൽ ഈന്ത് കണ്ട ഈന്ത് എന്ന് പറയുന്ന നമ്മുടെ
ഈന്തുമ്പന കാട്ടിലുള്ളതാണ്, കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സാധനമൊക്കെ നല്ല രീതിക്ക് ഈ ഒരു കുന്നിലെല്ലാം ഉണ്ട്. ഇത് കണ്ട അങ്ങോട്ടാണ് നാച്ചിയർ മുട്ടയും കാര്യങ്ങളൊക്കെ. അടിപൊളി ഒരു സ്പോട്ടാണ്. നമ്മൾ നടന്ന് വരുമ്പോഴേ നല്ല അടിപൊളിയായിട്ട് നമ്മൾ പോകുന്ന റോട്ടിൽ കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മുക്കോത്തി വയൽ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലമാണ് കേട്ടോ. മുക്കോത്തി വയൽ, ഇത് മുക്കുച്ചിക്കുന്നാണ് ഈ ഒരു സ്ഥലത്തിനെ പറയണത്. അതേപോലെ ഇത് മുക്കോത്തി വയൽ, ഇതാ ഈ കാണുന്ന വയൽ മുക്കോത്തി വയൽ എന്ന് പറഞ്ഞ വയലാണ്. ഇതാ കണ്ട അടിപൊളിയാണ് കേട്ടോ. ഇങ്ങോട്ട് കണ്ട നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര രസമാണ് ഈ ഒരു വയലും ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ ഈ ഒരു കോൺക്രീറ്റ് റോഡ് കണ്ട ഇവിടെ അടിപൊളിയെന്ന് വെച്ചാൽ ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഏകദേശം ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പൊത്തോട് സെറ്റിൽമെൻറ്റിലെത്തും. അപ്പോൾ നമ്മളിപ്പോൾ മണ്ണാംകോണം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുക്കോത്തി വയൽ എന്ന് പറയുന്ന വയലാണ് ഈ ഭാഗം കാണുന്നത്. ഈ ഒരു കൈതക്കാട് കണ്ട ഒരു കൈതക്കാട് കിടക്കുന്ന സ്ഥലമെല്ലാം മുക്കോത്തി വയലാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു 100 മീറ്റർ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മണ്ണാംകോണം എന്ന് പറയുന്ന സ്ഥലത്തെത്താൻ പറ്റും. ഇവിടുത്തെ നമ്മുടെ കോട്ടൂർ വനത്തിൻ്റെ ഒരു ജംഗ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം മണ്ണാംകോണം. കാരണം ഒരുപാട് സെറ്റിൽമെൻറ്റിലുള്ളവർക്ക് വന്നു കൂടാൻ പറ്റിയൊരു സെൻറ്ററിലുള്ള സ്ഥലം, അതായത് മധ്യ സ്ഥലം എന്ന് പറയുന്നത് മണ്ണാംകോണം. അപ്പോൾ നമ്മൾ മണ്ണാംകോണത്തിൽ ഇങ്ങനെ ബൈക്കിൽ നമ്മുടെ സുഹൃത്തിൻ്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ മണ്ണാംകോണം എത്തും. അവിടെ ആളൊക്കെ ഉണ്ട്, ഇറങ്ങുന്നുണ്ട്. രാകേഷ് അതാണ് മണ്ണാംകോണം. നമ്മളെ പയ്യന്മാർ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലം കണ്ട ഇതാണ് കേട്ടോ മണ്ണാംകോണം. അപ്പോൾ മണ്ണാംകോണം കഴിഞ്ഞ് ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ പൊത്തോടെത്തുന്നതായിരിക്കും. ആ കാണുന്ന കുന്നിന് മുകളിലാണ് എൻ്റെ വീട്, പൊത്തോട് സെറ്റിൽമെൻറ്റ്. സുജിത്തിൻ്റെ വീട് കുന്നത്തേരിയാണ്. കുന്നത്തേരിയിലൊക്കെ നമ്മളെ വീട് ഇഷ്ടം പോലെ നമ്മൾ എടുത്തിട്ടുണ്ട്, കുന്നത്തേരിയിലൊക്കെ പോണ വീട്. സുജിത്തിൻ്റെ വീട് നമ്മളെ കൊണ്ടുപോകുന്ന പയ്യൻ്റെ വീട് കുന്നത്തേരിയാണ്, ഞാൻ പൊത്തോടാണ്. അപ്പം നമ്മളെ ഒരു സ്ഥലം എത്തി കേട്ടോ. ഇവിടെ ഈ സ്ഥലത്തിൻ്റെ പേര് കൊടിയരപ്പാറ എന്നാണ് കേട്ടോ. അതാ ഈ കാണുന്ന പാറേനെ പറയണത്. അപ്പോൾ ഇവിടെ അടിപൊളി ഒരു പാറയാണ്. നമ്മുടെ ഇവിടെ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞ് വെള്ളച്ചാട്ടവും അവിടെ നമ്മളെ പൊത്തോടുന്നിരുന്നൊരു പുഴയാണ്, ചെറിയൊരു കുഞ്ഞു പുഴയാണ് കേട്ടോ പോണത് അതിലൂടെ. ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം പട്ടാണിപ്പാറ എന്ന് പറയുന്ന സെറ്റിൽമെൻറ്റിലെത്തി. നമ്മൾ മണ്ണാംകുളം കഴിഞ്ഞ് പട്ടാണിപ്പാറ എന്ന് പറഞ്ഞ സെറ്റിൽമെൻറ്റിലെത്തി. അവിടെയൊക്കെ കണ്ട കുഞ്ഞു വീടുകൾ കാണുന്നത് നമ്മളിവിടുത്തെ വീടുകളാണ്. പട്ടാണിപ്പാറയിൽ നിന്ന് 1 കിലോമീറ്റർ പൊത്തോടത്തേക്ക്. നാച്ചിയർമോട്ടുണ്ട് ആ ഒരു ഭാഗം അടിപൊളിയായിട്ട് അങ്ങ് നിൽക്കുകയാണ്, മഞ്ഞൊക്കെ അടിച്ച്. നമ്മൾ പട്ടാണിപ്പാറയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. തുടക്കമായി കേട്ടോ. ഈ ഇടയ്ക്ക് നമ്മളാണ് ഈ ഒരു റോഡൊക്കെ ഇങ്ങനെ ശരിയാക്കിയിട്ടിരിക്കുന്നത്. അതായത് ചെറിയൊരു പൂജ കൊടുക്കുന്ന സ്ഥലമാണ് അവിടെ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്ന് കുറച്ച് മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൃഷിയിടം കാണാൻ പറ്റും. ഈ 2 സൈഡിലായിട്ട് കുരുമുളകും അതുപോലെ മഞ്ഞളും കവുങ്ങ് അങ്ങനത്തെ കൃഷികളൊക്കെയാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. ഈ കാണുന്നുണ്ട് സൈഡിലെല്ലാം കാണുന്നത് മഞ്ഞൾ കൃഷി, അങ്ങനത്തെ കൃഷികളാണ് കാണുന്നുണ്ട്. ഇതെല്ലാം മഞ്ഞൾ കൃഷിയാണ് കഴിക്കാനും ഇത്രയും ഒരുപാട് ഏരിയയും കൂടുതലും മെയിനായിട്ട് മഞ്ഞൾ കൃഷിയാണ് കഴിക്കില്ല, കപ്പൂരി മഞ്ഞളുടെ കൃഷി. പിന്നെ ഇതുപോലെ കുരുമുളക്, പിന്നെ നമ്മുടെ പതിമുഖം, പിന്നെ ചെറിയ കവുങ്ങുകൾ, ഇതുണ്ട് കവുങ്ങുകളുണ്ട്,
മകലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വെറും ഒരു 100 മീറ്റർ മാത്രമേ ഉള്ളൂ പൊത്തോട് സെറ്റിൽമെൻറ്റിൻ്റെ തുടക്കത്തേക്ക് പോകാനായിട്ട്. കുറച്ച് ദൂരം മാത്രം നമ്മൾ യാത്ര ചെയ്താൽ പൊത്തോട് എത്തുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളിതാ പൊത്തോട് എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ. നമ്മുടെ പൊത്തോടിൻ്റെ തുടക്കമാണ്, എൻ്റെ സെറ്റിൽമെൻറ്റിൻ്റെ തുടക്കമാണ് കേട്ടോ ഇവിടെ. ഇവിടെ നിരപ്പാണ് കേട്ടോ. ഇവിടെ നിരപ്പ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലൊരു 1 കിലോമീറ്റർ തേരി കയറിപ്പോയാലേ എൻ്റെ വീട് എത്തുള്ളൂ. അതാണ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിർത്തിയാക്കില്ല. അപ്പോൾ എന്നെ കൊണ്ട് ഇതുവരെ എത്തിച്ചത്, നമ്മുടെ സെറ്റിൽമെൻറ്റ് വരെ കൊണ്ട് എത്തിച്ചത് പൊത്തോട് എന്ന് പറഞ്ഞ സെറ്റിൽമെൻറ്റാണ്. എൻ്റെ സെറ്റിൽമെൻറ്റിൻ്റെ തുടക്കമാണ്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ഇനി കയറി നടക്കണം. ഇത്രയും നമ്മൾ വന്ന ഈ ഒരു നിരന്ന റോട്ടിലൂടെ വന്നിട്ട് 1 കിലോമീറ്റർ തേരി കയറി നടക്കുമ്പോഴാണ് എൻ്റെ വീടെന്ന് പറയുന്നത്. അപ്പോൾ എന്നെ ഇവിടെ വരെ കൊണ്ട് കോട്ടൂരിൽ നിന്ന് ഇവിടെ വരെ എത്തിച്ചതെന്ന് പറയുന്നത് നമ്മുടെ സുജിത്ത് എന്ന് പറഞ്ഞ പയ്യനാണ്. ഒരുപാട് താങ്ക്സ്. എന്തായാലും നീ സഹായിച്ചു എന്നെ ഇവിടെ വരെ എത്തിച്ചു. ഇനിയും കാണാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ പയ്യൻ ഇനി കോട്ടൂരേക്ക് പോവുകയാണ്. അവൻ കോട്ടൂരാണ് നിൽക്കുന്നത്. അപ്പോൾ കാണാം. അപ്പോൾ ശരി. ഓക്കെ, അപ്പം നമ്മൾ അവൻ്റെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. സുജിത്തേ, അപ്പോൾ ശരി കേട്ടോ, കാണാവേ. അപ്പോൾ ഞാൻ എൻ്റെ സെറ്റിൽമെൻറ്റായ പൊത്തോട് സെറ്റിൽമെൻറ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മളൊരു പയ്യനാണ് കേട്ടോ കൊണ്ടുവിട്ടത്. അപ്പോൾ മുമ്പ് ഞാനിപ്പോൾ പോകുന്ന ഈ റോഡ് ഇതിലേങ്ങതാ ഈ കാണുന്ന റോഡ് കണ്ട, ഇതിലേങ്ങ് മുന്നിൽ ഏകദേശം 1 കിലോമീറ്റർ കയറി പോകണം നടന്ന് വീട്ടിലോട്ട്. ഇതിലേ ജീപ്പൊക്കെ പോകുമായിരുന്നു. ഇപ്പം പിന്നെ റോഡ് ഓടയൊക്കെ എടുത്തിങ്ങനെ പോയിരിക്കണം. അപ്പോൾ അങ്ങനെ ഇതൊന്നും പോകത്തില്ല, ജീപ്പൊന്നും പോകത്തില്ല. അതുപോലെ നമ്മുടെ ഈ ഒരു ട്രാൻസ്ഫോമറൊക്കെ ഉണ്ട്. ഇതൊക്കെ ഏകദേശം ഒരു 5 വർഷമൊക്കെ ആകുന്നുള്ളൂ നമ്മുടെ നാട്ടിൽ കറണ്ടൊക്കെ എത്തിയിട്ട്. അപ്പോൾ ഞാനിനി ഇവിടെ നിന്ന് മുകളിലേക്ക് എൻ്റെ വീട്ടിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകുന്ന കാഴ്ചകൾ എല്ലാവരും ഒന്ന് പോയി കാണുക. അപ്പോൾ ഇത് നമ്മുടെ സെറ്റിൽമെൻറ്റിലേക്ക് വന്ന റോഡാണ്. പക്ഷേ റോഡ് ഏതാണ് കാടേതാണെന്ന് പറഞ്ഞിടത്ത അവസ്ഥ വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ റോഡൊക്കെ കിടക്കുന്നത്. ഭയങ്കര കട്ടറാണ് കണ്ട, ഉള്ള കുഴി. ഇതിലേ കണ്ട റോഡൊക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ കിടക്കുകയാണ്. വേണ്ട അപ്പോൾ ഞങ്ങൾക്ക് താഴെ ഞാനിപ്പോൾ ട്രാൻസ്ഫോമറെ കാണിച്ചു തന്നില്ലേ, അപ്പോൾ അവിടെയാണ് റേഷനെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എടുത്തുകൊണ്ട് ഏകദേശം 1 കിലോമീറ്റർ കയറി മേളിലോട്ട് നടക്കണം. അപ്പോൾ എൻ്റെ കുറുക്കിലൊരു ബാഗുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് വീട്ടിലോട്ട് വസ്തുക്കളെ. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. നമ്മളൊരു ചേട്ടൻ്റെ ഇത് പാലുകാശിന് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയിട്ട് തിരിച്ച് ഞാൻ വീട്ടിലോട്ട് പോകണം. അപ്പം കോട്ടൂരിൽ നിന്നപ്പോൾ നമ്മളൊരു പയ്യൻ നമ്മളെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവനാണ് എന്നെ കൊണ്ടാക്കിയത്. അപ്പം ഇവൻ മാത്രമല്ല, ഒരുപാട് പയ്യന്മാരുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യണത്. എന്തോ നമ്മളാരടുത്തും ഒന്ന് കൊണ്ടുവിടുമെന്ന് പറഞ്ഞാൽ തന്നെ പയ്യന്മാർ നമ്മളെ കൊണ്ട് സ്ഥലത്തെത്തിക്കും. അപ്പോൾ അതാണ് വേറൊരു സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഞാനങ്ങനെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു വർഷം മുമ്പൊക്കെ ഇതിലെ ജീപ്പും അതുപോലെ ലോറിയൊക്കെ കയറി വീട്ടിൻ്റെ അങ്ങോട്ട് പോകുമായിരുന്നു. ഇപ്പം മഴയൊക്കെ പെയ്ത് റോഡ് വളരെ കുളമായി കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വണ്ടിയൊന്നും ഞങ്ങൾ പോകാറില്ല. അപ്പോൾ ഇതിലെ ഇത്ര ഒരു തേരി നമുക്ക് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ സെറ്റിൽമെൻറ്റിൻ്റെ കണക്കാണ് ഞാൻ പറയണത്. അപ്പം ഇതല്ല, വേറെ ഒരുപാട് സെറ്റിൽമെൻറ്റുകളുണ്ട് ഇതിലൊന്നും ബുദ്ധിമുട്ടുള്ള സെറ്റിൽമെൻറ്റുകൾ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയണ്ടേ, ഈ ഒരു സ്ഥലം നമ്മൾ ഒരുപാട് സാധനങ്ങൾ അരിയൊക്കെ ഒരു 30 കിലോയൊക്കെ എടുത്തുകൊണ്ട് കയറുമ്പോൾ തന്നെ നല്ല ക്ഷീണമൊക്കെ ആവും. പിന്നെ ഇപ്പോൾ എൻ്റെ ബാഗിൽ അത്യാവശ്യം കുറച്ച് സാധനങ്ങളുണ്ട്. ഒരു 20-25 കിലോയോളം വരുന്ന സാധനങ്ങളും എൻ്റെ ബാഗ്, തുണി, പിന്നെ അല്ലാതെ വീട്ടിലത്തേക്കുള്ള കുറച്ച് ചെറിയ ഐറ്റംസ് എല്ലാം കൂടെ ആകുമ്പോൾ അത്യാവശ്യം കനമാണ്. അപ്പോൾ ഞാനിങ്ങനെ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ വ്ളോഗ് എല്ലാം കൂടെ ആകുമ്പോൾ അല്പം റിസ്ക്കാണ്. പക്ഷേ നമുക്കെന്തായാലും നമ്മളെ വീട്ടിൽ എത്തിയാലല്ലേ പറ്റൂ. അങ്ങനെ തേരി കയറി നമ്മളങ്ങനെ ഈ ഒരു സ്ഥലത്ത് എത്താറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ നമ്മളങ്ങനെ വീടിൻ്റെ അവിടെ എത്താറായി. ഏകദേശം ഒരു 300 മീറ്ററും കൂടെ നടന്ന വീടെത്തി.
അങ്ങനെ നമ്മൾ പൊത്തോട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ റോഡ് കയറി കുറേ മുകളിൽ വന്നു. ഞങ്ങളെ വീടെത്താറായിട്ടുണ്ട് ചേട്ടാ. ഏകദേശം ഇനി ഒരു 100 മീറ്റർ നടന്നു കഴിഞ്ഞാൽ വീട്ടിലെത്തും. ഞങ്ങൾ ഈ റോട്ടിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇതിലേ കൂടെ പോയാലും എൻ്റെ വീട്ടിലോട്ട് പോകും. ഇതിലേ റോഡാണ് ഈ കാണുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കാത്തതുകൊണ്ട് കാടൊക്കെ ഇടങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു ചെറിയൊരു ഷോർട്ട് കട്ട് വഴിയുണ്ട്, ഒരു നട വഴി കാട്ടിനകത്തൂടെ. ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന കുഞ്ഞു വഴി. അപ്പോൾ ഇതിലെ ഒരു 100 മീറ്റർ കയറി നടന്നാൽ എൻ്റെ മേളിൽ എൻ്റെ വീട്ടിലെത്തിയേട്ടാ. കോട്ടൂർ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ പറ്റും. അല്ലെങ്കിൽ ഇനിയും ഈ കാട്ടിനകത്തൂടെ ഒരു 10-13 കിലോമീറ്റർ അങ്ങോട്ട് നടക്കണം. നടന്നല്ലെങ്കിൽ നമ്മുടെ ജീപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓട്ടോയിലൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പം വരുമ്പോൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചുകൊണ്ട് അല്ലേ നമുക്കിവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗോപ്രോ, ആ ചേട്ടൻ്റെ ഗോപ്രോ ഉണ്ട് കയ്യിൽ. പിന്നെ അതിൻ്റെ കുറച്ച് ബാറ്ററി, അതിൻ്റെ സ്പെക്കും കാര്യങ്ങളും. പിന്നെ അല്ലാതെ ഒരു കനോണിൻ്റെ ഒരു ക്യാമറ, അത് നമ്മുടെ ഒരു ബ്രോയിഡാണ്. എല്ലാം കൂടെ ആയപ്പോൾ അത്യാവശ്യം കനമുണ്ട്. അപ്പോൾ എന്തായാലും ഞാനങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാനിപ്പം വീട്ടിലോട്ട് പോകുന്ന വഴി. ഇതിലെ ഒരല്പം കുറച്ചും കൂടെ മേളിൽ കയറി കഴിഞ്ഞാൽ വീട്ടിൻ്റെ അവിടെയായി. ആ പ്ലാവിൽ ചക്കയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് തീരാറായി. നമ്മളെ വീട്ടിൻ്റെ സൈഡെല്ലാം കസ്തൂരി മഞ്ഞളുടെ കൃഷിയാണ് കേട്ടോ. ഓക്കേ, ഞങ്ങളങ്ങനെ വീടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വെള്ളദാഹം, അല്പം വെള്ളം കുടിക്കാം. അമ്പോ, എന്നാ വെച്ച് പാത്രം. അപ്പോൾ അത് നമ്മുടെ അമ്മൂമ്മയുടെ വീടാണ്. അവിടെ നിന്ന് ഇവിടെ മുകളിൽ കയറിയാൽ നമ്മളുടെ വീടായി. ഇത് നാട്ടും കൂടാണ് നമ്മളിവിടുത്തെ. ഇത് കയറി വേണ്ട ഈ കാണുന്ന ആസ്പെറ്റാസിട്ട വീടാണ് നമ്മളുടെ വീട്. ആരുണ്ട് പാടി? ഗൈസ്, ഇതാണ് ഞങ്ങളുടെ വീട്. ഇതാണ് ഞങ്ങളുടെ പട്ടി. അയ്യോ ഡാബി, എടാ ഓട് ഓട് ഓടിക്കുക ഓടിക്കുക ഓടിക്കുക. എന്താ ഓട് ഓടാ പോട്ട് പോ പോട്ട് പോ പോ പോ. ആ പോട്ട് പോട്ട്. ഓടെ എൻ്റെ ഒപ്പം ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഇവിടെ ഭയങ്കര പരുന്തിൻ്റെ ശല്യമൊക്കെയാണ്. പരുന്ത് കോഴീനെ പിടിക്കാൻ വേണ്ടി. അല്ല ഡോയി വാടാ, ഡോയി വാ, ഡോയി വാ, ഓടറാ ഡാ, ഓടറാ പോടെ. ഇനിയിപ്പോൾ നീ അലുമ്പനാണ്. നമ്മളൊന്നും നിനക്ക് തിന്നാൻ കൊണ്ടുവന്നില്ല കേട്ടോ. ബാ ബാ, ഞാൻ പോണു ബാ. അപ്പോൾ ഗായ്സ്, നമ്മളങ്ങനെ കോട്ടൂരിൽ നിന്ന് യാത്ര ചെയ്ത് നമ്മളെ വീടൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോട്ടൂരിൽ നിന്ന് ഞങ്ങളെ വീടൂർ വരുന്ന യാത്ര എത്രത്തോളം ദുരിതമാണ്, അതുപോലെ ഞങ്ങളെ വീട് എത്രത്തോളം ഉള്ളിലാണ് എന്നൊക്കെ ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആൾക്കാർക്ക് മനസ്സിലായി കാണും, മുന്നോട്ട് വരാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ഒരുപാട് ദിവസമായിട്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ ഇന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ നമുക്ക് ഫുൾ ടൈം ഇപ്പോൾ വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയൊരു സാഹചര്യമൊന്നുമല്ല. പറ്റുന്ന സമയത്ത് മാക്സിമം നമ്മൾ വീഡിയോസ് എടുക്കാൻ ശ്രമിക്കും. അപ്പോൾ എന്തായാലും അടിപൊളി എപ്പിസോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തും. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എല്ലാവരും കട്ടയ്ക്ക് കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അടിപൊളി കാഴ്ചകളും അതുപോലെ ഇതുപോലുള്ള ഞങ്ങളുടെ സെറ്റിൽമെൻറ്റ് പോലുള്ള ഒരുപാട് സെറ്റിൽമെൻറ്റുകൾ നമ്മുടെ കേരളത്തിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ ദുരിതങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം. അതൊരു വ്ളോഗ് രൂപത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം.
അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു എപ്പിസോഡിൽ കാണാം. നല്ല വീഡിയോസായിട്ട് ഞാൻ വരും, അടിപൊളി സ്ഥലങ്ങളുമായിട്ട് വരും. നമ്മുടെ ഇതുപോലുള്ള ഏരിയകളല്ലെങ്കിൽ പോലും നല്ല നല്ല യാത്രകൾ, ഞാൻ ചെയ്യുന്ന യാത്രകൾ അതെങ്ങനെയാണോ അതുപോലെ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ഞാൻ സജിത്ത്. അപ്പോൾ എല്ലാവർക്കും ബൈ.